ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിതപ്പോൾ ഒരു ക്രസറിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൻ പ്രതിസന്ധിയാണ് ഈ പൊതുമേഖല. അതായത് നമുക്ക് വീടിന് അതുപോലെ തന്നെ ബിൽഡിങ് കാര്യങ്ങൾക്ക് അനുയോജ്യമായ മെറ്റീരിയൽ കിട്ടാൻ വൻ ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കരിങ്കല്ല് ബോളർ നമുക്ക് പൊട്ടിക്കാനുള്ള പുതിയ ബില്ലുകൾ സർക്കാർ തരുന്നില്ല. അതുപോലെ തന്നെ ഉള്ളത് വെച്ചിട്ട് വളരെ ചുരുങ്ങിയ മെറ്റീരിയലാണ് ഓരോ ക്രഷറുകൾക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ ഇത്രയും വാഹനങ്ങൾ മണിക്കൂറുകളായി ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് എപ്പോൾ കിട്ടുമെന്നറിയില്ല. ഒരു ലോഡ് കിട്ടിയാൽ ഒരു ഡ്രൈവർക്ക് ചുരുങ്ങിയ ഒരു കൂലിയാണ് അതിന് കമ്മീഷൻ, അതെ ബത്ത, അവർക്ക് ചുരുങ്ങിയ ഒരു ക്യാഷാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലോഡിന് വേണ്ടിയാണ് ഈ കണ്ട വണ്ടികളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. വൻ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ഓരോ ടിപ്പർ തൊഴിലാളികളും അതുപോലെ തന്നെ മുതലാളിമാരും. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു ലോഡൊക്കെ വൈകുന്നേരം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാളുടെ വീട്ടിലെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മുടെ നാട്. ഈ ടിപ്പർ മേഖല ഡ്രൈവർമാരുടെ എല്ലാം വളരെ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡ് കിട്ടിയിട്ട് വേണം നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും അവിടെ കൊണ്ടിടാൻ. അപ്പോൾ ഇക്കണ്ട വണ്ടികൾ എപ്പോൾ കിട്ടുമെന്നറിയില്ല, അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് മണിക്കൂറുകളായി ഇവിടെ കാത്തിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഇവരെ വിഷമങ്ങളെല്ലാം നിങ്ങളിവിടെ ഒന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട. അതുപോലെ എല്ലാ ആളുകൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ ഒരു ക്ഷാമില്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന മുതലാണ് പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ KNRCയുടെ വർക്കുകളെല്ലാം തീർന്നപ്പോൾ കൂടുതൽ മിന്നൽ പരിശോധനയൊക്കെ നടന്നുകൊണ്ട് ഒരുപാട് ബ്ലാക്ക് കോറികളും അല്ലാത്ത കോറികളും എല്ലാം നിന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ബില്ലേ കിട്ടുന്നുള്ളൂ നമുക്ക് കോറി പൊട്ടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്നാണ് പോയി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ മക്കളെ, ഈ കാണുന്ന കാഴ്ചയില്ലേ, ഇവിടെ ഇപ്പോൾ ശരിക്കും നിങ്ങൾ കണ്ടില്ലേ ഒരു മൈതാനം പോലെ ആയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ അത് ഏകദേശം ഈ തെങ്ങിന് ഉയരത്തിൽ സ്റ്റോക്ക് കിടന്നിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ മെറ്റീരിയൽ കിട്ടാനുള്ള ക്ഷാമം വന്നപ്പോൾ ഇത് മൊത്തത്തിൽ കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഈ കുറച്ച് വേസ്റ്റ്, കുറച്ച് മണ്ണണിഞ്ഞ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാം ഈ ഭാഗത്തു നിന്ന് കയറിപ്പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും ക്ഷാമമുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. സാധനങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കോറി പൊട്ടിക്കലിൻ്റെ നിബന്ധനകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ 2 രൂപ വെച്ചിട്ട് എല്ലാ ക്രഷറുകളിലും മെറ്റീരിയൽക്ക് കൂട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്കെല്ലാം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ക്രഷറിൻ്റെ ആ തലക്ക് അങ്ങോട്ട് ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വരും. അതുപോലെ തന്നെ ഈ താഴ്ചയിൽ കാണുന്ന ഈ ഭാഗത്തെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് കിടന്നിരുന്നാണ് സ്റ്റോക്ക് മെറ്റല്. സ്റ്റോക്കിലുണ്ടായിരുന്ന മൊത്തത്തിൽ കോരി പോയിട്ടുണ്ട്. അത്രയും ക്ഷാമമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ എല്ലാം വണ്ടികൾ വെയിറ്റ് ചെയ്തെങ്കിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മെഷീനറി സാധനങ്ങളപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബംഗാളി സുഹൃത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഒരുപാട് സമയങ്ങളായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ മെഷീനറികളെല്ലാം കാണാത്തവരുണ്ടാവും, അതിനു വേണ്ടി കാണിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് മെറ്റൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതുപോലെ ഇങ്ങനെ അവിടെ നിന്ന് മേലെന്ന് വന്നിട്ട് ഇതിങ്ങനെ 1.5 ഇഞ്ച് 2.5 ഇഞ്ച് അതുപോലെ ബേബി എല്ലാം അങ്ങനെ ഈ ബെൽറ്റിലൂടെ അങ്ങനെ ടാങ്കിക്ക് പോവട്ടോ. വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ ബംഗാളി സഹോദരൻ പണിയെടുക്കുന്നിട്ടാ. കാരണം ഡേഞ്ചർ ഏരിയയാണ്. അപ്പോൾ ഇതുപോലെ ഈ മേലെ കൂടെ ഈ ബെൽറ്റ് കൂടി ഇങ്ങനെ താഴേക്ക് ഈ ടാങ്കിലേക്ക് വന്ന് ചാടുകയാണ്. ഈ നേരെ കാണുന്നില്ലേ, ആ കാണുന്നതാണ് എംസാൻഡ് ചാടുന്ന സ്ഥലം. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ചുവട്ടിലെല്ലാം സാധനത്തിന് വേണ്ടി മെറ്റലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ കാണുന്ന വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്ത് കിടക്കട്ടെ. എത്ര വണ്ടി ഉണ്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കി. ഇതിൻ്റെ തൊഴിലാളികളാണ് ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും വാഹനങ്ങൾ ഇവിടെ കാലത്ത് വന്ന് കിടക്കുന്ന വാഹനങ്ങളാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു ലോഡ് കിട്ടിയാൽ കിട്ടി. അതും എല്ലാവരും ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടല്ലേ, നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മുടെ കൂട്ടൻ ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഒരു ലോഡ് കിട്ടിയാൽ കിട്ടി. എല്ലാവരും ഒന്നും നിൽക്കണ്ട, കിട്ടിയൊന്നും ഉറപ്പില്ല. കിട്ടിയില്ലെങ്കിൽ ഞങ്ങളൊന്നും പറയരുതെന്ന് ക്രഷറുകാർ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ലോഡെങ്കിലും ഒരു ലോഡ് കിട്ടിയാലല്ലേ നമുക്ക് അതിൻ്റെ കൂലിക്കാശെങ്കിലും കിട്ടില്ല. ഇത്രയും പേര് കണ്ടില്ലേ, അവിടെ ഇവിടെ എല്ലാം കൂടി നിന്ന് ഡ്രൈവർമാർ അവരുടെ വിഷമങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ കാണുന്നതാണ് കേട്ടോ ആ ക്രഷർ.
അപ്പോൾ ഓരോരോ വണ്ടി പോകുന്നുണ്ട്, അതുപോലെ ഒരു വണ്ടി ഇങ്ങനെ വെക്കുന്നുണ്ട്. വളരെ സാവകാശം ആവുന്നുള്ളൂ, കാരണം പ്രൊഡക്ഷൻ എല്ലാം കുറവാണ്, നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യണമെന്ന് അവരെ ഞങ്ങളോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ സമയത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുള്ളത്. ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും പ്രതിസന്ധികളെങ്കിലും കൂടിയിട്ട്. ഇവിടെയുള്ള എല്ലാം കോരിപ്പോയതാണ്. ഇതെല്ലാം സ്റ്റോക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മൊത്തം JCBക്ക് കോരിയിട്ട് പോയതാണ്. പക്ഷേ എത്ര സമയം വേണ്ടിയില്ല, വൈകുന്നേരം ആകാനിടയിൽ ഒരു ലോഡ് കിട്ടിയാൽ അതിൻ്റെ കാര്യം നടക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കൂലി കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ നേരെ കാണുന്നില്ല ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മെഷീനുകൾ കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന താഴ്ചയിൽ നിന്ന് മൊത്തം കോരിപ്പോയതാണ്. അവിടെ താഴ്ന്നുള്ള എല്ലാം കൂടി കുറച്ച് വടിച്ച് കൂട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ട്. ചില ഡ്രൈവർമാർ ചില റോഡ് പണി കാര്യങ്ങൾക്ക് അങ്ങനെ വലിയ വീടിൻ്റെ വർക്കുകൾക്കല്ലാത്തതിന് ഇത് കിട്ടിയാൽ ഇവിടെ ഒരു പുതിയ കുറച്ച് സാധനം കിടക്കുന്നുണ്ട്. അതിൽ 1.5 ഇഞ്ച് കുറച്ച് കലർന്നതാണ്. അതായാലും റോഡിൻ്റെ വർക്കുകൾക്കെല്ലാം കുഴപ്പമില്ല, അങ്ങനത്തെ കൊണ്ടിട്ടാലും മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യെല്ലോ കളർ ഒരു ഏഷ്യർ കാണുന്നില്ല, ആ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നെല്ലാം ഇതിൻ്റെ നമ്മളെ പൊടി, ഈ സാധാ പൊടി കോരി പോയതാണ്. ഇവിടെ എല്ലാം കാലിയാണ്, മൊത്തത്തിൽ കാലിയാണ്. പക്ഷേ സാധനത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്റ്റോക്കുള്ള സാധനങ്ങൾ അത് JCBക്ക് കോരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് വേറൊരു വണ്ടി അവർക്ക് ഇത് പറ്റൂല, ഇത് വീട് വർക്കിനായതുകൊണ്ട് 1.5 ഇഞ്ച് എല്ലാം ഇതിൽ കലർന്നുകൊണ്ട് അവർ ഒഴിവാക്കിയതാണ്. ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടതാണ്. പക്ഷേ ആ സാധനത്തിനും ആളുണ്ട്, കണ്ടില്ലേ, അതിനിങ്ങനെ കോരി പോകണം ആ വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം കോരി പോകൽ തുടങ്ങി. അത്രയും ക്ഷാമം വന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തത് കുറച്ച് കലർന്ന് കിടക്കുന്നുണ്ട്, അതെല്ലാം താഴ്ന്നെല്ലാം വടിച്ചു കൂട്ടി. അങ്ങനത്തെ നമ്മൾ വീടിൻ്റെ മെയിൻ സ്ലാബിനൊക്കെ പറ്റായുള്ളൂ കേട്ടോ. അതിനും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇതിൽ വേണ്ട കച്ചറ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും റോഡ് വർക്കുകളിനൊക്കെ വേണ്ടിയിട്ട് അവരിത് കോരിയിട്ട് മൊത്തത്തിൽ കാലിയായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ വേങ്ങര ഭാഗങ്ങളിൽ മൊത്തത്തിലുള്ള എല്ലാ ക്രസറുകളും ബന്ധാണ്. ആകെ ഇപ്പോൾ ഈ ഒരു ക്രസറിൽ മാത്രമാണ് മെറ്റീരിയൽ ഉള്ളത്. അതാണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഉള്ളതും. കാരണം ഈ ഇത്രയും കോറികൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ തന്നെ ഒരു കോറിയിൽ നിന്ന് ഒരു സഹോദരൻ മരണപ്പെടാൻ വരെ ഇടയായി. കാരണം അവിടുന്ന് ഒരു കല്ല് തലയിലെല്ലാം വീണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായി. അപ്പോൾ നമ്മുടെ വണ്ടി ഇതിൻ്റെ ചുവട്ടിലേക്ക് വെക്കുകയാണ്. അതിൽ ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മെറ്റലിടാൻ സമയമായിട്ടുണ്ട്. നമുക്ക് മെറ്റൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ. ഈ വണ്ടി ലോഡായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ സ്ഥലം വിടാം. പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ ടൈമിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം നിയമങ്ങളെല്ലാം ബാധകമാണല്ലോ. എത്ര സമയം നമ്മൾ നിന്ന് എന്നുള്ളതല്ലേ. നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിയമം പാലിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇത്ര സമയമായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയമെല്ലാം നമ്മുടെ ആ ടൈം അവിടെ വെയിറ്റ് ചെയ്ത് അതെല്ലാം സ്കൂൾ ടൈം വൈകുന്നേരം 5 മണിക്കാണ് നമുക്ക് പിന്നെ പോകാൻ കഴിയുള്ളൂ. കാരണം ഇപ്പം ഞാൻ റോഡ് സൈഡിൽ ഇവിടെ സ്കൂൾ ടൈം ആകുന്ന ഇവിടെ സൈഡാക്കിയിട്ടതാണ്. ഇനി നമുക്ക് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ 3:30 മണിയായി ഞങ്ങൾക്ക് അറിയാലോ, സ്കൂൾ ടൈമാണ്. ഇനി 3:30 മുതൽ 5 മണി വരെ ഓടാൻ പാടില്ല. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് 5 മണിക്ക് എടുത്താൽ 6 മണിയാവും സൈറ്റിലെത്താൻ. ഇതാണ് അവസ്ഥ മക്കളെ. അപ്പോൾ മക്കളെ ലോഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സമയം 3:30 മണിയാണ്. നമ്മുടെ നാട്ടിൽ കാലത്ത് 8:30 മുതൽ 10 വരെയും അതുപോലെ തന്നെ വൈകുന്നേരം 3:30 മുതൽ 5 വരെയും ടിപ്പറുകൾക്ക് ഓടാൻ അനുവദീയമല്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ, നമ്മുടെ പിഞ്ചോമനകളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം ഉള്ളതാണ്. നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്രയും സമയം നിന്നിപ്പോൾ ലോഡൊക്കെ കിട്ടിയിപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് 5 മണിക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞ് 5 മണിക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടാൽ നമ്മൾ സൈറ്റിലെത്തുമ്പോൾ ഏകദേശം 6 മണിയാകും. മനസ്സിലായോ? അപ്പോൾ ഈ 6 മണിക്കാണ്. അപ്പോൾ നമ്മുടെ സമയം ഇന്നത്തെ കഴിഞ്ഞു. ഇന്നത്തെ കൂലി എത്ര ഒരു ഡ്രൈവറുടെ അറിയാലോ, 250 രൂപയാണ് ഇത്രയും സമയം കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.